നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇത് എൻ്റെ 206-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകാദശിയാണല്ലോ. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ ഏകാദശിയുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകാദശി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനാണ് ഏകാദശി എന്ന് പറയുന്നത്. പക്ഷേ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ചും ഏകാദശിന് ആഹാരം കഴിക്കാതെ വ്രതമെടുത്താൽ ഈ ജന്മം ചെയ്ത എല്ലാ പാപങ്ങളുടെയും ദോഷം മാറി അവർക്ക് സ്വർഗയാത്ര ശരിയാകുമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും വ്രതമെടുക്കുന്ന ആ ദിവസം പകൽ ഉറങ്ങരുതെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി പത്മപുരാണം, സ്കന്ദപുരാണം ഇവയിൽ പറയുന്നത് ഏകാദശിയിൽ ഭക്തിയോടെ നമ്മൾ ആചരിക്കുന്നത് നമുക്ക് അനുഗ്രഹങ്ങളും സമ്പന്നതയും മനസ്സമാധാനവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഏകാദശി ദിവസം തുളസിയുടെ ഇലകൾ പറിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനിയും പ്രകൃതിപരമായിട്ട് നോക്കിയാലും ഏകാദശി ദിവസം അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ അന്തരീക്ഷമർദ്ദം കുറവുള്ള ആ ദിവസം നമ്മുടെ ആമാശയത്തിന് നമുക്ക് വിശ്രമം കൊടുക്കാൻ പറ്റിയ ദിവസമാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ ആ ദിവസങ്ങളിൽ അന്തരീക്ഷമർദ്ദം താളം തെറ്റിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ നല്ല അന്തരീക്ഷമർദ്ദമായിരിക്കും. ആ ദിവസം അന്തരീക്ഷമർദ്ദം ഉള്ള ദിവസം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനേന്ദ്രിയങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാത്തിൻ്റെയും താളം തെറ്റുമെന്ന് പറഞ്ഞത് സാധാരണ ദിവസങ്ങളിൽ. അതേസമയം ഏകാദശി ദിവസങ്ങളിൽ അന്തരീക്ഷമർദ്ദം വളരെ കുറവായിരിക്കും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുകൊണ്ട് ഈ ഏകാദശി വ്രതം എടുക്കാൻ പറ്റുന്നവർ, എല്ലാവരും എടുക്കണമെന്ന് പറയുന്നില്ല, ഈ പ്രായമായവർ, ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, അവരൊക്കെ ഈ വ്രതം എടുക്കുന്നതിൽ നിന്ന് ഭഗവാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഏകാദശി വ്രതം എടുത്താലും നമ്മുടെ പ്രാർത്ഥനകൾക്കും മറ്റും ദൈവം കാര്യമായി ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ദിവസം പറയുന്ന പോലെയല്ല, ഏകാദശി വ്രതം എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവം പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കുമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ആ ഏകാദശി ദിവസം നമ്മുടെ മനസ്സ് ഭഗവാന്റെ വളരെ അടുത്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് മനസ്സുകൊണ്ട് ഭഗവാൻ ലയിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ, അതായത് 3 ദിവസത്തെ ഒരു ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ഏകാദശിയുടെ തലേ ദിവസം, ഏകാദശി ദിവസം, പിറ്റേ ദിവസം. അപ്പോൾ ഈ ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഉച്ച സമയത്തുള്ള ഒരു ആഹാരം, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഊണ് കഴിച്ചാൽ, ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകാദശി ദിവസം നമ്മളൊന്നും കഴിക്കാൻ പാടില്ല. ഏകാദശി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ സൂര്യ ഉദിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കാമെന്ന് പറയുന്നത്. ഞാനത് പണ്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ വയസ്സായി, മാത്രമല്ല ഈ ഡയബറ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും എടുക്കാറില്ല. പക്ഷേ ഞാൻ ഒരുപാട് തവണ ഏകാദശി എടുക്കുന്ന, എല്ലാ ഏകാദശി എടുത്തിട്ടുള്ള, സ്വർഗ്ഗവാദ ഏകാദശിയും ഗുരുവായൂർ ഏകാദശി എല്ലാം എടുത്തിട്ടുള്ള ആളാണ്. ഞാനും എൻ്റെ ഭാര്യ ചന്ദ്രികയും രണ്ടുപേരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തലേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഒരു വെജിറ്റേറിയൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കാം എന്നും പറയുന്നുണ്ട്. ഈ ചില പുരാണങ്ങളിലൊക്കെ പറയുന്നത് വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ചിലർക്ക് ഈ നിർജ്ജലീകരണം വരുമല്ലോ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വെള്ളം കുടിക്കാമെന്ന് ചിലതിലും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെള്ളം കുടിക്കാതെ പോലും ദിവസങ്ങളോളം കഴിയാമെന്നൊക്കെ ഇപ്പം സയൻസ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നാലും ഈ ഏകാദശിയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നത് ഏകാദശി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. അതിന് പ്രമാണം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരുത്താം. ഇപ്പോൾ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. തീരെ ആരോഗ്യത്തിൽ പ്രശ്നമുള്ളവർ ഇതെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യവും പിന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഏറ്റവും അനുയോജ്യമായി എടുക്കണമെന്നാണ്. നമ്മുടെ ആരോഗ്യത്തിനും മറ്റു കാര്യങ്ങളൊക്കെ അനുയോജ്യമായി എടുക്കണമെന്നേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാവരും അസുഖക്കാരോ അല്ലെങ്കിൽ ഗർഭിണികളോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോ ഒന്നും ഈ വ്രതം എടുക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം എടുക്കുന്നവർ നമ്മുടെ ഒരു ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ചില പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏകാദശി ദിവസവും പിന്നെ ഈ നട്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട്ടിലുള്ള പഴങ്ങളോ ഒക്കെ സന്ധ്യയ്ക്ക് ശേഷം, അതായത് പിന്നെ ഏകാദശി തുടങ്ങി സന്ധ്യാവന്ദനം കഴിഞ്ഞിട്ട് പിന്നെ പാലും പഴങ്ങളും ഒക്കെ കഴിക്കാമെന്ന് ചിലർ പറയുന്നുണ്ട്. ഞാൻ എടുത്ത സമയത്ത് ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ തലേ ദിവസം, അതായത് ഏകാദശി തലേ ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ പിന്നെ ഞാനും പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഏകാദശി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കഴിക്കത്തുള്ളായിരുന്നു. വെള്ളം പോലും കുടിക്കത്തുള്ളായിരുന്നു. അങ്ങനെ കഠിന വ്രതം എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അതൊന്നും പറ്റാതായി. ഇപ്പോൾ പിന്നെ ഇത് എടുക്കാൻ പറ്റാതെയായി. പക്ഷെ എന്നാലും എല്ലാവരുടെയും ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.